ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പാക്കേജ് എടുക്കാതെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ തായ്ലാൻഡിൽ പോകാമെന്നുള്ളതാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഏത് പ്ലേസ് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഒരുപാട് വീഡിയോസും എൻക്വയറീസൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ തായ്ലാൻഡ് ചൂസ് ചെയ്തത്. തായ്ലാൻഡ് ചൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടൊരു പാക്കേജ് എടുക്കാൻ പ്ലാൻ ചെയ്യുമല്ലോ. അങ്ങനെ ഒരു 5-6 ഏജൻസികളായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺടാക്ട് ചെയ്ത സമയത്ത് നമുക്ക് സ്യൂട്ടായിട്ട് വന്നില്ല പാക്കേജുകളൊന്നും. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ സെൽഫായിട്ട് പാക്കേജ് എടുക്കാതെ പോകാമെന്നുള്ളത് പ്ലാൻ ചെയ്യുമായിരുന്നു. പാക്കേജ് എടുക്കാതെ പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് തൊട്ട് റൂം ബുക്കിംഗ്, അവിടെ കാണേണ്ട പ്ലേസസ് എല്ലാം നമ്മൾ തന്നെ സ്വയം പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോകുന്നതിന് 1 മാസം 1.5 മാസം മുന്നേ തന്നെ എൻ്റെ എല്ലാ എൻക്വയറീസും ചെയ്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ്സ് ആണെങ്കിലും റൂംസ് ആണെങ്കിലും ബുക്കിംഗ് എല്ലാം നമ്മൾ 1 മാസം അല്ലെങ്കിൽ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പ്രൈസ് കുറച്ച് കുറഞ്ഞതിൽ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് ഒരുപാട് സൈറ്റെല്ലാം എൻക്വയറി ചെയ്തിട്ട് സ്കൈ സ്കാനർ വഴിയാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തത്. അതുപോലെ തന്നെ റൂം ബുക്കിംഗ് ഒരുപാട് സൈറ്റിൽ കയറി കുറേ സെർച്ച് ചെയ്തു. ലാസ്റ്റ് അഗോഡ വഴിയിലാണ് നമുക്ക് റൂം കുറച്ച് റേറ്റ് കുറവിൽ കിട്ടിയത്. നമ്മൾ 8 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്കോക്ക്, പട്ടായ, ഫുക്കറ്റ് അങ്ങനെയായിരുന്നു പ്ലേസസ് ചൂസ് ചെയ്തിരുന്നത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാങ്കോക്കിലെ ഡോൺമ്യൂ എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ബാങ്കോക്കിൽ 2 എയർപോർട്ടാണുള്ളത്. ഒന്ന് സുവർണഭൂമി എയർപോർട്ട്, ഒന്ന് ഡോൺമ്യൂ എയർപോർട്ട്. സാധാരണ രീതിയിൽ ഡോൺമ്യൂ എയർപോർട്ടിലേക്കാണ് കുറച്ചുകൂടെ റേറ്റ് കുറവായിട്ടുള്ളത് ഫ്ലൈറ്റിന് കേട്ടോ. അപ്പം നമ്മൾ രാത്രിയിലെ ഒരു 11:45 ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തത്. 4:30 അവിടെ എത്താവുന്ന പോലെ. അപ്പോൾ പോകുന്നവർ മിക്കവാറും ആ നൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന പോലെ പോവുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞു വെച്ചാൽ ആ ഒരു ദിവസം കൂടി നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ 4:30 അവിടെ എത്തിയിട്ട് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം ബുക്കിംഗ് എല്ലാം അവിടെ ചെക്ക് ഇൻ ടൈം എന്ന് വരുന്നത് 2:30-3 മണി ആ ടൈമിലാണ്. അപ്പം നമുക്ക് ആ സമയത്താണ് റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങിയ സമയത്ത് ഉച്ചവരെ നമുക്ക് കാണേണ്ട ഏതെങ്കിലും പ്ലേസിലോട്ട് പോകാം. ഞങ്ങൾ അവിടെ ഇറങ്ങിയത് ഒരു 4:30-5 മണിക്ക് നമ്മളവിടെ ഇറങ്ങി. അതിനുശേഷം നമ്മൾ എയർപോർട്ടിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് അവിടുന്ന് നേരെ പോയത് വാറ്ററുൺ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ് പോയത്. അവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. പിന്നീട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി റൂം ചെക്ക് ഇൻ ചെയ്ത് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പർച്ചേസിങ്ങിന് വേണ്ടി പോയി. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ 7 kg ആണ് ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ലഗേജ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു നമ്മൾ ലഗേജ് എടുക്കാതിരുന്നത്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തായ്ലാൻഡ് വിസയെക്കുറിച്ചാണ്. വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലാൻഡ് ഓൺ അറൈവൽ വിസയാണുള്ളത്. ഇപ്പോഴത്തെ അപ്ഡേഷൻ വെച്ചിട്ട് നമുക്ക് വിസ പ്രൊസീജിയറിന് യാതൊരുവിധ ഡോക്യുമെൻറ്റ്സ് അവിടെ എയർപോർട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫിംഗേഴ്സ് സ്കാൻ ചെയ്യുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ഞങ്ങൾ തായ്ലാൻഡിൽ പോയിട്ട് കണ്ട കുറച്ച് കാഴ്ചകൾ, അവിടെ പോയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാനലിൽ ഒരു സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം. ഈ 8 ദിവസത്തെ തായ്ലാൻഡ് ട്രിപ്പിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റും ഡീറ്റെയിൽസ് എല്ലാം ഈ ചാനലിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സീരീസിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കയറി കാണുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.